ഹായ്, WCenter ഡെസ്ക്ടോപ്പ് അഥവാ വാട്സപ്പ് മാർക്കറ്റിംഗ് ആപ്ലിക്കേഷൻ. ഇത് ബട്ടൺ സോഫ്റ്റ്വെയർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ആപ്ലിക്കേഷനാണ്. ഇതിൻ്റെ ഡെമോ കാണുവാൻ എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നിങ്ങൾക്ക് ഡിവൈസുകൾ കണക്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണാം. ഇതാണ് നമ്മുടെ ഡാഷ്ബോർഡ് വരുന്നത്. ഡാഷ്ബോർഡിൽ നമ്മുടെ ടോട്ടൽ ഡിവൈസസ് എത്ര കണക്ട് ചെയ്തിട്ടുണ്ട്, ഓട്ടോ റിപ്ലൈസ് സെറ്റ് ചെയ്തതും, വെൽക്കം മെസ്സേജ്, ടെംപ്ലേറ്റ്സ്, അതേപോലെ ടോട്ടൽ ക്യാമ്പയിൻസ്, അതുപോലെ നമ്മൾ ഏതൊക്കെ രാജ്യത്തേക്കാണ് മെസ്സേജസ് അയക്കുന്നത്, ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇതിനിവിടെ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ഡിവൈസസ് കാണാൻ കഴിയും. ഡിവൈസ് നമുക്ക് ബൾക്കായിട്ടും പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യാം. ഇത് നമുക്കിപ്പം 10 എണ്ണം കണക്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ക്രിയേറ്റ് ഇൻസ്റ്റൻസിൽ പോവാം. QR കോഡ് സ്കാൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ പെയറിംഗ് കോഡ് വെച്ചോ നമുക്കിത് ചെയ്യാൻ പറ്റുന്നതാണ്. QR കോഡ് സ്കാൻ ചെയ്യാനാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു പേര് കൊടുക്കുക. അത് ഇൻസ്റ്റൻസിൽ നമ്മൾ പേര് കൊടുത്ത് ആ പേര് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഷോ QR കോഡ് എന്നുള്ളൊരു ബട്ടൺ കാണാൻ കഴിയും. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇവിടെ നമ്മുടെ QR കോഡ് നമ്മുടെ വെബ് ആപ്ലിക്കേഷൻ കണക്ട് ചെയ്തതുപോലെ സ്കാൻ ചെയ്ത് ഓപ്പൺ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് പെയറിംഗ് കോഡ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. പെയറിംഗ് കോഡ് വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് പെയറിംഗ് കോഡിൽ മൊബൈൽ നമ്പർ കൊടുത്തു 9544403338 ഗെറ്റ് പെയറിംഗ് കോഡ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പെയറിംഗ് കോഡ്സ് വരും. അത് നമ്മൾ ഈ ഒരു പെയറിംഗ് കോഡ് നമ്മൾ നമ്മുടെ മൊബൈലിലുള്ള വാട്സപ്പ് ഓപ്പൺ ചെയ്ത് QR കോഡിന് താഴെയുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഈ പെയറിംഗ് കോഡ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിലേക്ക് ആ വാട്സപ്പ് കൂടെ കണക്റ്റ് ആവും. ദെൻ എങ്ങനെയാണ് വാട്സപ്പ് ഗ്രൂപ്പ് ഗ്രാബർ വർക്ക് ചെയ്യുന്നത് കാണാം. ഗ്രൂപ്പ് ഗ്രാബർ നിലവിലിപ്പം വർക്ക് ചെയ്യുന്നത് ഞങ്ങളുടെ ഈ സോഫ്റ്റ്വെയറിൽ മാത്രമേ ഉള്ളൂ. എനിക്കിവിടെ കാണാൻ കഴിയും. ഞാനൊരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഇൻസ്റ്റൻസ് നമ്മളിവിടെ ചൂസ് ചെയ്തു. ദെൻ അതിനുള്ള ഗ്രൂപ്പുകൾ താഴെ ലിസ്റ്റ് ചെയ്ത് വരുന്നതാണ്. ഓക്കെ, ദെൻ ഇവിടെ ഈ ഒരു ഗ്രൂപ്പിലേക്കാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഈ ഗ്രൂപ്പിലുള്ള ആളുകളുടെ നമ്പർ 83 മെമ്പേഴ്സാണ് അതിനകത്തുള്ള. അത് കാണാൻ കഴിയും. ഇതിൽ നമുക്ക് ഫിൽറ്റർ ബൈ റോള് കാണാൻ കഴിയും. അതേപോലെ ഈ സംഭവത്തിൻ്റെ കംപ്ലീറ്റ് നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ വന്ന് നേരെ ഓൾ കൊടുത്തിട്ട് നമ്മൾ മെസ്സേജ് സെൻഡ് ചെയ്യുന്നതിലേക്ക് ലിസ്റ്റിലേക്ക് പോകും. ആഡ് ടു സെൻഡർ ലിസ്റ്റാണിത്. അതല്ല നമുക്കിതൊരു എക്സൽ ഫയലായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ജസ്റ്റ് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സാധനം ഒരു എക്സൽ ഫയലായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കാം. നമ്മളിപ്പം മെസ്സേജ് സെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ അത്രയും നമ്പേഴ്സ് ഇതിലേക്ക് ആഡ് ആയിട്ട് വന്ന് കഴിഞ്ഞു. ഇതല്ലാതെ നമുക്ക് മാനുവലി നമുക്ക് നമ്പേഴ്സ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഒരു എക്സൽ ഫയൽ ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു ഡൗൺലോഡ് സാമ്പിൾ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ സാമ്പിൾ ഡൗൺലോഡ് ചെയ്ത് ആ ഒരു ഫോർമാറ്റ് വേണം ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും കോൺടാക്ട് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നിന്നാണ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. ദെൻ ഇവിടെ നമ്മൾ ടെംപ്ലേറ്റ്സ് ചൂസ് ചെയ്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ ടെംപ്ലേറ്റ്സ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ടെംപ്ലേറ്റുകളാണിത്. ഈ ടെംപ്ലേറ്റുകൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള മെസ്സേജ് ടൈപ്പും കാര്യങ്ങളും കാണിക്കും. നമ്മൾ ടെംപ്ലേറ്റ്സ് ഒന്നും ചൂസ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പുതുതായിട്ടൊരു മെസ്സേജ് ക്രിയേറ്റ് ചെയ്യാനും ഇവിടുന്ന് ഏത് ടൈപ്പ് ഓഫ് മെസ്സേജാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. ബട്ടൺ മെസ്സേജ് വേണോ, ബട്ടൺ വിത്ത് മീഡിയ വേണോ, എല്ലാ രീതിയിലും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇവിടെ നിങ്ങൾക്ക് ഇൻസ്റ്റൻസ് ചൂസ് ചെയ്യാം. നമ്മൾ ഒരു ഇൻസ്റ്റൻസ് മാത്രമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഒന്നിൽ കൂടെ ഇൻസ്റ്റൻസ് ഉണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇങ്ങോട്ട് വന്ന് നമുക്കിവിടെ മെസ്സേജസ് അടിക്കാം. അതുപോലെ തന്നെ ക്യാമ്പയിൻ നെയിം കൊടുത്ത് നമുക്ക് ഷെഡ്യൂൾ ചെയ്തിട്ട് നമുക്കൊരു വേറൊരു സമയത്ത്, അതായത് നിലവിൽ നാളെ രാവിലെ അങ്ങനെയുള്ള രീതിയിലേക്ക് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ക്ലൗഡല്ല, ഇത് നമ്മുടെ സിസ്റ്റം ഓൺ ആണെങ്കിൽ മാത്രമേ ഈ മെസ്സേജ് പോകത്തുള്ളൂ. ഓക്കെ, അതേപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് നമ്പേഴ്സ് നമുക്ക് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. കൺട്രി കോഡ് ഇൻസേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ക്ലിയർ ഇൻവാലിഡ് നമ്പേഴ്സ് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുകൂടാതെ നേരത്തെ പറഞ്ഞിട്ടുള്ള ടെംപ്ലേറ്റ്സ് നമ്മൾ ഇവിടെ ഏത് ടൈപ്പ് ഓഫ് മെസ്സേജ് ആണോ എന്നുള്ളതിന് നമ്മൾ ടെംപ്ലേറ്റിൻ്റെ പേര് കൊടുത്ത് ഏതാണോ നമ്മൾ ഉദ്ദേശിക്കുന്ന മെസ്സേജ്, ബട്ടൺ വിത്ത് മീഡിയ അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള മെസ്സേജസ് ആണെങ്കിലും നമ്മൾ ചൂസ് ചെയ്ത് മെസ്സേജസ് അയക്കാവുന്നതാണ്. മീൻസ് ടെംപ്ലേറ്റ്സ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതേപോലെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റിപ്പോർട്ട്സ് എന്തൊക്കെയാണ്, നമ്മുടെ മെസ്സേജസിൻ്റെ സ്റ്റാറ്റസ് എങ്ങനെയാണ്, പോയിട്ടുണ്ടോ, കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. അതേപോലെ റിസീവ്ഡ് മെസ്സേജസ് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലേക്ക് വന്നിട്ടുള്ള മെസ്സേജസ് എന്തൊക്കെയാണോ അതൊക്കെ ഇവിടെ വരാൻ കഴിയും. അതേപോലെ സെറ്റിങ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക്
ഇതിൻ്റെ ഡിലേ ബിറ്റ്വീൻ മെസ്സേജസ്, ഓരോ മെസ്സേജിൻ്റെയും ഗ്യാപ്പ് എത്രയുണ്ട്. നമ്മളിപ്പം പലപ്പോഴും കേൾക്കുന്ന ഒരു പ്രശ്നമാണ് നമ്പർ ബ്ലോക്കായി പോവുക എന്നുള്ളത്. വാട്സപ്പ് ആ ഒരു സംഭവം ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സിസ്റ്റം ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടൈമിംഗ് ഡിലേ നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ സ്വിച്ച് ബിറ്റ്വീൻ അക്കൗണ്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു മെസ്സേജിൻ്റെ ആഫ്റ്റർ ഒരു 10 മെസ്സേജ് കഴിഞ്ഞാൽ നമ്മൾ ഈ മെസ്സേജ് അടുത്ത നമ്പറിൽ നിന്ന് പോകുന്ന രീതിയിലേക്ക് സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. മിനിമം ഇത്ര ഗ്യാപ്പ്, മാക്സിമം ഇത്ര ഗ്യാപ്പ്, സെക്കൻഡ്സിൻ്റെ ഗ്യാപ്പ് എന്ന രീതിയിൽ നമ്മളിവിടെ കൊടുക്കാൻ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു 50 മെസ്സേജ് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ 1 മിനിറ്റോ നമ്മൾ ഒരു ബ്രേക്ക് മെസ്സേജ് അയക്കാതെ ഒരു ബ്രേക്ക് ഇടുന്ന രീതിയിലേക്ക് മെസ്സേജ് കൊടുക്കുന്ന രീതിയിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് പാരലൽ മെസ്സേജസ് അയക്കാനും ഓട്ടോ റീഡ് മെസ്സേജസും അങ്ങനെ ഒരുപാട് സെറ്റിങ്സ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് ബാനിങ് ഒഴിവാക്കാൻ പറ്റും ആ രീതിയിലുള്ള പ്രിക്കോഷൻസ് കംപ്ലീറ്റ് നമ്മൾ ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. നേരെ പോയി വാട്സ്ആപ്പ് ഹൂക്ക് എന്നുള്ള സംഭവം നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മളിതിലേക്ക് 10ഓളം ഡിവൈസുകൾ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ 10 ഡിവൈസ് നമ്മളിതിൽ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. എന്താണ് നമ്മളിലേക്ക് വരുന്ന റിപ്ലൈ മെസ്സേജസ് എങ്ങനെയാണ്, എത്ര ആരുടെയാണ് എന്നുള്ള കാര്യം നമുക്ക് ഓരോന്നും നോക്കിയെടുക്കുക കുറച്ച് ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പം നമ്മളിവിടെ ഒരു ഹൂക്ക് മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാൽ, ഹൂക്ക് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ, ഹൂക്ക് നമ്പറിലേക്ക് ഓരോ റിപ്ലൈ മെസ്സേജസും ആ ഹൂക്ക് നമ്പറിലേക്ക് നോട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് വെച്ചിട്ട് നമുക്ക് ആ റിപ്ലൈ മെസ്സേജസും ചെക്ക് ചെയ്യാനും അത് റിവേർട്ട് ചെയ്യാനും കാര്യങ്ങൾക്കും പറ്റുന്ന രീതിയിലേക്കാണ് ഈ സോഫ്റ്റ്വെയർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്യാം. ഇതിലാണ് ഈ സോഫ്റ്റ്വെയറിൻ്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളുള്ളത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ടീം നിങ്ങൾക്ക് ഇതിൻ്റെ സോഫ്റ്റ്വെയറും അതേപോലെ തന്നെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതാണ്. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം.